ഇക്കൊല്ലത്തെ നാവികസേനാ ദിനാഘോഷം ഡിസംബർ 4-ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കും. യുദ്ധസമാനമായ സജ്ജീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഒരുക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുകയാണ് ലക്ഷ്യം. 1971-ൽ കറാച്ചി തുറമുഖം നാവികസേന ആക്രമിച്ച് ശത്രുവിനെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ആ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ വിറച്ച് കീഴടങ്ങുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച INS വിക്രാന്ത് അടക്കം നാവികസേനയുടെ പടക്കപ്പലുകൾ തിരുവനന്തപുരത്ത് എത്തും. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, പടക്കപ്പലുകൾ, അന്തർവാഹിനികൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്തെ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കും. ആഘോഷത്തിനായി ശംഖുമുഖത്ത് 700 പേർക്ക് ഇരിക്കാവുന്ന VIP ഗാലറിയും 10,000 പേർക്ക് ഇരിപ്പിട സൗകര്യവും സജ്ജമാക്കും. 2 ലക്ഷം പേർക്ക് സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാം. വിദേശ രാജ്യങ്ങളുടെ ഡിഫൻസ് അറ്റാഷന്മാരും തിരുവനന്തപുരത്ത് എത്തും. നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വ്യക്തതയോടെ കാണാനാകും. 1971-ലെ ഇൻഡോ പാക് യുദ്ധത്തിൽ കറാച്ചി ആക്രമിച്ച് വിജയിച്ചതിന്റെ അനുസ്മരണമായാണ് എല്ലാ വർഷവും ഡിസംബർ 4-ന് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി ആതിഥേയത്വം വഹിക്കും. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങളുമായാണ് നാവികസേന തലസ്ഥാനത്തെത്തുന്നത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏഴിമലയിലെ ഇന്ത്യൻ നാവികസേന അക്കാദമിയിൽ നിന്നുള്ള നാവിക സംഘാംഗങ്ങൾ തിരുവനന്തപുരത്തെ കോളേജുകളിലും സ്കൂളുകളിലും സമ്പർക്ക പരിപാടിയും ശില്പശാലകളും നടത്തും. നവംബർ 26-ന് വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ ദക്ഷിണ നാവിക കമാൻഡന്റ് ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയുമുണ്ട്. നവംബർ 8-ന് കൊച്ചി നാവികസേനാ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രവേശനമുണ്ട്. 10-11 തീയതികൾ നേവൽ ബേസ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. 9ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കും പ്രവേശനമുണ്ടാകും. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ ആധാറുമായി എത്തണം. ഡിസംബർ 1 മുതൽ തിരുവനന്തപുരത്ത് കപ്പലുകൾ എത്തി തുടങ്ങും. തീരത്തോട് അടുത്ത് ആഴം കുറഞ്ഞ ശംഖുമുഖം തീരത്ത് കപ്പലുകൾ അടുപ്പിക്കാനാവും. നല്ല കാലാവസ്ഥ ആയതിനാൽ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായി കാണാനാവുമെന്നതുകൂടി കണക്കിലെടുത്താണ് ശംഖുമുഖം നിശ്ചയിച്ചത്. തിരുവനന്തപുരത്തെ സൈനിക അഭ്യാസത്തിലെ ഹൈലൈറ്റ് INS വിക്രാന്ത് ആണ്. രാജ്യത്തിന്റെ സൈനിക കരുത്തിന്റെയും പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ് വിക്രാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച വിക്രാന്ത് 3 വർഷം മുൻപാണ് സേനയുടെ ഭാഗമായത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ചതാണ് വിക്രാന്ത്. സമുദ്രമേഖലയിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരമാണ് വിക്രാന്ത്. 20 യുദ്ധവിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ ഒരേ സമയം സൂക്ഷിക്കുവാനും അറ്റകുറ്റപ്പണി നടത്തുവാനുമുള്ള സൗകര്യം കപ്പലിലുണ്ട്. യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ 2 റൺവേകളും ഇറങ്ങാൻ ഒരെണ്ണവുമുണ്ട്. 23,500 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. കടലിൽ ഒഴുകുന്ന ചെറുനഗരമെന്ന് വിശേഷണമുള്ള വിക്രാന്തിൽ 14 ഡെക്കുകൾ, 3 റൺവേകൾ, ക്രൂവിന് താമസിക്കാൻ 2300 കമ്പാർട്ട്മെന്റുകൾ എന്നിവയുമുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങി പരിഷ്കരിച്ചെടുത്ത INS വിക്രമാദിത്യയും സേനയുടെ ഭാഗമാണ്. 2 വിമാനവാഹിനികൾ, ഒരെണ്ണം അറബിക്കടലിലും മറ്റേത് ബംഗാൾ ഉൾക്കടലിലും തെക്കൻ സമുദ്രത്തിലും എന്ന രീതിയിലാണ് വിന്യസിക്കാറുള്ളത്. ആദ്യമായാണ് വിക്രാന്ത് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഡിസംബർ 4-ന് നടക്കുന്ന ആഘോഷത്തിൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആയിരിക്കും മുഖ്യാതിഥി. സേനയുടെ ആയുധ കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും കാഴ്ചവിരുന്നൊരുക്കുന്ന അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറും. പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താനാണ് കൂടുതൽ സാധ്യത. തലസ്ഥാനം ആതിഥ്യം വഹിക്കുന്ന ഏറ്റവും വലിയ നാവികസേനാ പരിപാടിയായിരിക്കും ഇത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും ഇവിടെ എത്തും. ആഘോഷത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സേനാ വിമാനങ്ങളുടെ പരിശീലന പറക്കലും ഉണ്ടാകും. സ്ഥിരമായി ഡൽഹിയിൽ നടത്തിയിരുന്ന സേനാ ദിനാഘോഷം 2022 മുതലാണ് രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2022-ൽ വിശാഖപട്ടണം, 2023 മഹാരാഷ്ട്രയിലെ സിന്ധുദർഗ്, 2024 ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിലായിരുന്നു അത്. മറ്റ് നഗരങ്ങളിലുള്ളവർക്കും നാവികസേനയുടെ സന്നാഹങ്ങൾ നേരിൽ കാണാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്.